അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിതാ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മോൾക്ക് ഇന്ന് കൺമഷി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പം ഞങ്ങളിതാ കെമിക്കലുകളൊന്നും ചേർക്കുന്നില്ല, നാച്ചുറലായിട്ടാണ് കൺമഷി ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിതാ അതിനായിട്ട് ഇലകളാണ് കേട്ടോ കൺമഷി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 വെറ്റില എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2-3 കൂർക്കലി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പിടി തുളസിയും ഒരു പിടി കഞ്ഞെണ്ണയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു 3 ബദാമോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ കഞ്ഞണി എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ വീഡിയോൻ്റെ ആദ്യ ഭാഗത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ ഇലകളൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലെ വെള്ളം നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒന്ന് മിക്സിയിൽ ജാറിലൊന്ന് അടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഇതിലേക്ക് വെള്ളം ഒട്ടും ചേർക്കുന്നില്ല. അപ്പോൾ ഞാനിത് അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനത് അതിൻ്റെ നീരൊന്ന് ഒരു തുണി വെച്ച് അരിച്ചെടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ നീരെടുക്കുന്നുണ്ട്. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കൺമഷി വാങ്ങിച്ച് ഉപയോഗിക്കൽ കുറവാണ് കേട്ടോ. ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യാറ്. ഞാനിത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഇതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു കോട്ടൺ തുണിയില്ലേ, അത് കട്ട് ചെയ്ത് പീസ് സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് നന്നായിട്ട് മുക്കിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണി നന്നായിട്ട് ആ നീര് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇത് ഒന്ന് ഡ്രൈ ആവാനായിട്ട് ഒരു പ്ലേറ്റിൽ വിരിച്ചിടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിതാ ഇത് തലേദിവസം രാത്രി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വെച്ചൊന്ന് തിരിച്ച് വെക്കാം. അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് കാണിച്ചു തരും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ പിരിച്ച് വേണം തിരി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിതാ പിരിച്ച് വെച്ചിരിക്കുന്ന തിരി വിളക്കിലേക്ക് വെച്ച് കൊടുത്ത് കത്തിച്ച് വെച്ചിട്ടുണ്ട്. കത്തിച്ച് വെച്ച വിളക്കിലേക്ക് ഇതാ ഒരു പൊട്ടിയ മൺപാത്രം കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ തിരി കത്തുന്നതിനനുസരിച്ച് മൺപാത്രത്തിലേക്ക് കരി വന്ന് വീഴുകയാണ് ചെയ്യുക. അപ്പോൾ വീഡിയോയിൽ വെറ്റിലയും കഞ്ഞെണ്ണയും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വെറും തുളസി വെച്ചിട്ടും അതുപോലെ തന്നെ ബദം വെച്ചിട്ടും കൺമഷി ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാനിത് എടുത്തു വെച്ചിരിക്കുന്ന ബദം ഇതുപോലെ ഒരു പഴയ കത്തിയിലേക്ക് കുത്തി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കത്തുന്ന തിരിയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളെ തിരി കത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മഷി വന്ന് വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി ഇതിൻ്റെ മഷി ഒന്ന് ഇളക്കി മാറ്റാനായിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്കും കുഞ്ഞിനും കുറച്ച് നാൾ ഉപയോഗിക്കണ മഷി ഇതിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും കൺമഷി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്തിട്ട് അപ്പോൾ ഉപയോഗിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനിനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഞാനിത് ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രമായിട്ട് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മോക്ക് ഉപയോഗിക്കേണ്ടത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ആവശ്യത്തിന് മുതിർന്നവർക്കാണെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം ആവണക്കണ്ണി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് എടുത്ത് വെച്ച മഷി കൊണ്ട് കുഞ്ഞിന് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോയിൽ കുഞ്ഞുങ്ങൾക്കായിട്ട് ഇതുപോലെ കെമിക്കലുകളൊന്നും ചേർക്കാതെ കൺമഷി ഉണ്ടാക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഞാനിതിലേക്ക് പച്ചക്കർപ്പൂരം ആഡ് ചെയ്യുന്നില്ല കേട്ടോ. മുതിർന്നവർക്കാണെങ്കിൽ പച്ചക്കർപ്പൂരം ആഡ് ചെയ്യുക. കുഞ്ഞിനായിട്ട് ഞാൻ പച്ചക്കർപ്പൂരം ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.